ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ കുറച്ച് നാളായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്, കുറച്ച് നാൾ മീൻസ് ഒരാഴ്ച പുറത്തായി. ഞങ്ങളൊരു ഗോവ ട്രിപ്പൊക്കെ പോയിട്ട് വന്നിട്ട് എല്ലാവരും പനി പിടിച്ച് തൊണ്ടയൊക്കെ അടച്ച് കിടക്കാണ്. എനിക്കുള്ള ഇപ്പോഴും റെഡിയായി വന്നിട്ടില്ല. എന്നാലും വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഇടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇന്ന് മുതൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. രണ്ട് മൂന്ന് പാർട്സ് ആയിട്ട് ഇടാനായിട്ട് നോക്കുന്നത്. കാരണം നല്ല ലെന്തി വീഡിയോസ് ആണ്. 3 ദിവസത്തെ 2 ദിവസം സ്റ്റേയും 2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ വീഡിയോ ഇടുന്നതായിരിക്കും. വീഡിയോ വേണ്ടുന്നവർക്ക് ഓരോ പാർട്സ് ആയിട്ട് കാണാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഗോവയിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് ഫസ്റ്റ് വീഡിയോ ഞങ്ങളിന്ന് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും പോയി കാണാം. അപ്പോൾ പെട്ടെന്നാണ് ഒരു പ്ലാനിങ് വന്നത്. അപ്പോൾ ദാ ഞങ്ങളുടെ ബാഗ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ബാഗ്. ഗോവ ട്രിപ്പ് പോകാൻ വേണ്ടി ഞാൻ ഓഫീസിൽ പോയിട്ട് വരണേ ഉള്ളൂ. നടന്നു പോകണേ ഉള്ളൂ. കണ്ടോ, 1 മണി ആവണത്തിനരയ്ക്ക് വർക്കലിന് ട്രെയിൻ കൊല്ലത്ത് ട്രെയിനിൽ പോകാൻ പ്ലാൻ ചെയ്ത്. കാരണം 2 ദിവസം വണ്ടി എവിടെ ഇട്ടേക്കുന്നത് സേഫാണോ, പാർക്കിംഗ് കിട്ടുമോ, അങ്ങനെയൊക്കെ ഡൗട്ടുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരും ഞാൻ പൊളിച്ചെടുക്കും. ഞാൻ ലേറ്റായിരുന്നു കറക്റ്റ് ടൈമാണ് കേട്ടോ. നിമിഷത്തൊക്കെ എത്തി. ഐശ്വര്യ രാവിലെ എത്തി. ഞാൻ ഇനി ചെന്ന് ചോറ് കഴിച്ചാൽ മാത്രം മതി. ബാക്കിയുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാനേ. ഓക്കെ, വീട്ടിൽ കാശുണ്ടാകെ ഇതാണെങ്കിൽ 1 മണിക്ക് ഇറങ്ങാം. മണി 1 എനിക്കൊന്നുമില്ല. ഈ കണ്ട നമുക്കിപ്പോൾ ട്രെയിൻ കൊല്ലത്തുനിന്നാണ് കേട്ടോ. അപ്പോൾ വർക്കല പോയി ട്രെയിനിൽ പോകാൻ മഴയായിരുന്നു കേട്ടോ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കല്ലമ്പലത്ത് നമ്മളെല്ലാവരെയും പറയും കെട്ടി ചാട്ടം കല്ലമ്പലത്തോണ്ട് തള്ളി. എന്നിട്ട് അവർ ബസ്സിൽ കയറി നമ്മൾ വന്നു. അപ്പോൾ നമ്മൾ കല്ലമ്പലം ബസ് സ്റ്റോപ്പിൽ ലഗേജുകളൊക്കെ പിള്ളേരെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർ ഞങ്ങളവിടെ കൊണ്ടാക്കിയിട്ട് വീണ്ടും വണ്ടി കൊണ്ട് വീട്ടിൽ കൊണ്ടിട്ടിട്ട് അവർ ബസ്സിൽ കയറി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഇത്രയും ലഗേജ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ. അപ്പോൾ 3 കൂടെ വരുന്നുണ്ട്. അവിടെ നിന്ന് ക്രോസ് ചെയ്ത് കുറേ ഗുളികളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാവരും എത്തി. നമ്മൾ കൊല്ലത്ത് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ബസ്സിൽ കയറി നമ്മൾ കൊല്ലത്തിറങ്ങിയത്. അപ്പം കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വന്നിട്ട് അവന്മാർ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. രാജധാനി എക്സ്പ്രസ് ആണ് നമ്മുടെ ട്രെയിൻ. അപ്പം ഞങ്ങൾ എല്ലാം ബുക്ക് ചെയ്ത് ഫുഡും എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പം ട്രെയിനിലെ ഫുഡ് പൊതുവേ നമുക്കൊരു ഉറപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് ഫുഡും കൂടെ വാങ്ങിക്കരുതി. പക്ഷേ ട്രെയിനിലെ ഫുഡ് നല്ല സൂപ്പർ ഫുഡായിരുന്നു. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിയ ഫുഡിൻ്റെ പൈസ നമുക്ക് വേസ്റ്റായി. എന്നിട്ട് നമ്മൾ ട്രെയിനിലെ ഫുഡ് പിന്നെ കഴിച്ചില്ല. അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. അല്ല, അത് കൊടുത്ത കാര്യം വേറൊന്നും കൊണ്ടല്ല. നമ്മൾ ഫുഡൊന്നും വേറെ കഴിച്ചതുകൊണ്ട് ചുമ്മാ വേസ്റ്റ് ആക്കണ്ട, വേറെ ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ ഉപയോഗിക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ അതെല്ലാവരും കയറി സെറ്റായി ബാഗ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. 16 മണിക്കൂറുണ്ട് യാത്ര. രാവിലെ ഞങ്ങൾ അവിടെ എത്തും, ഏർലി മോർണിംഗ്. ഇപ്പോൾ പിള്ളേരൊക്കെ എല്ലാവരും സെറ്റാണ്. ഞാൻ ചുമ്മാ അവിടെ കണ്ണാടി നോക്കി മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മുടെ ഇവിടുത്തെ വ്യൂവേഴ്സ് അല്ല, വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തകഴി ആണെന്ന്. അപ്പോൾ നമ്മൾ ചെറിയ ടീ ടൈമിലെ സമയമായപ്പോഴത്തേക്കും നമുക്കൊരു സ്നാക്സ് ബോക്സ് കൊണ്ട് നമ്മൾ ടീ ടൈമാണ് കയറിയത്. ഇത് കണ്ട് രസഗുളാണൊക്കെ ഇങ്ങനെ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ ചെയ്യാനാണ്, യൂട്യൂബറിന്റെ വായിക്കാത്ത കുറച്ച് പാൽപ്പൊടി പോയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ്. റിഫൈൻഡ് ഷുഗർ എടുത്തിട്ട് ചൂട് പോകുന്നതിന് മുന്നേ തേയില പിന്നെ തേയിലല്ല അങ്ങനെ ചായ ഇടുന്നത്. തേയില ഇടും ചായക്ക്. സത്യം മാത്രമേ വളരെ സത്യമായിട്ടുള്ള ഈ സാധനം സാധാരണ വേൽപ്പൂരി ബാക്കളക്കുന്നതാണ്. രാജധാനി എക്സ്പ്രസ്സിലുള്ള വെൽക്കം ഫുഡാണ്. വെൽക്കം ഓൺ ബോർഡ്. സമോസയാണോ? അപ്പോൾ അവരുടെ സ്നാക്സ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത് ഓരോരുത്തർക്ക് കട്ടാൻ വേണോ അത് വേണോ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്കും ചായ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തലേദിവസം രാവിലെ തന്നെ രേവുന് പനിയായി. അവർ ഒരു സൈഡിൽ അവൾ ഒതുങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കൊല്ലത്ത് അവിടെ എത്തിയപ്പോഴത്തേക്ക് ചേട്ടൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഗോവയിലേക്ക് പോവുകയാണ്. ഇതെൻ്റെ അളിയൻ
മുട്ടത്തലയൻ അനീഷ്, അപ്പുറത്തിൻ്റെ ഭാര്യ, അതിനപ്പുറത്ത് അനീഷിൻ്റെ വൈഫ് അച്ചു, മോന്, നമ്മുടെ മോൻ അളിയൻ ആര്യ. ആർക്ക് വേണോ ചായ കുടിക്കാൻ? ആർക്കും വേണ്ട. മുടി വളരും, താടി വളരും, എല്ലാം വളരും. താങ്കൾ ചായ കുടിക്കും. സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ യൂട്യൂബറിന്റെ ചായ ആർക്കും വേണ്ടെന്ന് പറയുന്നു. ആർക്കും വേണ്ടതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാം. കുടിച്ചു നോക്ക് നിന്റെ റിയാക്ഷൻ ഒന്ന് കാണണ്ടേ. നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരും ടീ ടൈം അംഗം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. പച്ചപ്പ് കണ്ടില്ലേ? പച്ചപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തകഴി, ആലപ്പുഴ ആ ഒരു ഏരിയ ആണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒക്കെ ആ ട്രെയിനിൽ ആരും ഇല്ലാത്തതൊന്നുമല്ല കേട്ടോ. കുറെ ആലപ്പുഴയൊക്കെ എറണാകുളമൊക്കെ എത്തുമ്പോൾ എല്ലാവരും കയറുന്നു. രണ്ടും കൂടെ തള്ളി മറിച്ചിട്ട് ഹായ് ഗൈസ്, നമുക്ക് അപ്പോൾ ആൾക്കാരൊക്കെ കയറുന്നതിന് മുന്നേ അവന്മാർക്ക് മിഡിൽ സീറ്റിൽ കിടക്കണമെന്നൊക്കെ പറഞ്ഞ് ആഗ്രഹം പറഞ്ഞുകൊണ്ട് അങ്ങനെ അവൾ ജസ്റ്റ് കയറ്റി ഇരുത്തിയാണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ AC. കാരണം അവന്മാർ പുറത്ത് മൂടിയിട്ടേക്കുന്നത്. അപ്പോൾ രാത്രിയായി വെളിയിലുള്ള ഒരു വ്യൂവും കണ്ട് ഞാൻ സൈഡ് ഗ്ലാസ്സിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊന്നും കയറി വലിയ തിരക്കൊന്നും ആയിട്ടില്ല. ഞാൻ ഉറങ്ങാനൊക്കെ എല്ലാവരും ഉണങ്ങി എണീച്ചു. രാവിലെ എണീറ്റ് അപ്പം രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഒരു ചായ. അയ്യോ, രാത്രിത്തെ ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. കാരണം താലിയോ അങ്ങനെയാണ് പറയുന്നത്, താലി എന്ന് പറഞ്ഞാൽ കുറച്ച് ചോറ് അങ്ങനെയുള്ള ഐറ്റംസ്. പക്ഷെ അത് കൊള്ളായിരുന്നു കേട്ടോ, അത് എടുക്കാൻ പറ്റിയില്ല. അത് നമ്മൾ കഴിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു എടുക്കാൻ വിട്ടുപോയി രാത്രി. പിന്നെ ഇത് രാവിലെ ആകുമ്പോൾ 2 ബിസ്ക്കറ്റ്, ചായ ഉണ്ടാക്കാനുള്ളത്. അപ്പം അച്ഛനും മോനും കൂടെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ രാവിലെയൊക്കെ ആയപ്പോഴത്തേക്ക്. മഴയും കൂടെ പെയ്ത് കാരണം നല്ല തണുപ്പായിരുന്നു. അപ്പം എല്ലാവരും മൂടി പോയിച്ചൊക്കെ ഇരിക്കുകയാണ്. കട്ടൻ വേണമെന്ന് കട്ടനും ചായ വേണമെന്ന് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് ഞങ്ങൾ 8 മണിയാകുമ്പോൾ ഇറങ്ങും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാറായി. കറുവാർ. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് ലോക്കൽ ട്രെയിനിലാണ് പോകുന്നത് കേട്ടോ. ആദ്യം ആ പാട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാ മെഴുക്കാടികളെയും എടുക്കട്ടെ. മോണ്ടറിൽ പനി പിടിച്ചു. നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. നല്ല മൂടൽ മഞ്ഞ് ഇറങ്ങുന്ന ഒരു സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗുഡ്സ് ട്രെയിനിൻ്റെ ക്യാരേജ് മീൻസ് ഗുഡ്സ് കൊണ്ടുപോകുന്ന ആ സംഭവമൊക്കെയാണ് അവിടെ നിർത്തിയിട്ടേക്കുന്നത്. നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗോവ എത്താറായപ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ. അപ്പം അവിടെ എത്തിയപ്പോൾ തന്നെ ചേട്ടന് നല്ല പനിയായി, മുടിപ്പോച്ചൊക്കെ ഇരിക്കുന്നത്. അവരേവും ചേട്ടനും ഒരു സൈഡായി. എന്തായാലും അത് നല്ല പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും എല്ലാവരും ഓരോരുത്തർക്ക് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് രാവിലെ. അനീഷേട്ടനും അവർ ഒരു ഫോട്ടോ ഷൂട്ടിങ്ങാണ്. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് പോയി. രണ്ടുപേരും പനി പിടിച്ചാൽ അവിടെ രണ്ടുപേരും കിടപ്പുണ്ട്. എല്ലാവരും ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 8 മണി അടുപ്പിച്ച് മഡ്ഗാവ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് വീണ്ടും വേറൊരു ലോക്കൽ ട്രെയിനിൽ 1 മണിക്കൂറത്തെ യാത്രയുണ്ട്. അതിനായിട്ട് ലഗേജൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ ട്രെയിൻ വന്നു, നമ്മളതിൽ കയറി, എല്ലാവർക്കും സീറ്റ് സെറ്റായിരിക്കുകയാണ്. ഇനി 1 മണിക്കൂറത്തെ യാത്രയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇറക്കി പിടിച്ച് അനീഷേട്ടൻ ഉപദ്രവിക്കുകയാണ്. മാത്രമല്ല ബീച്ചുണ്ട്. മഴയായോണ്ട് അമ്പൂട്ടരെങ്ങും ഇറക്കൂല. അപ്പോൾ ആ ഗോവ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ നല്ല നമ്മുടെ കേരളം കണക്ക് നല്ല പച്ചപ്പുള്ള കേരളത്തിൽ ഇപ്പോൾ കുറേയൊക്കെ പച്ചപ്പ് പോയി. പക്ഷേ ഇത് നല്ല പച്ചപ്പുള്ള സ്ഥലമായിരുന്നു. അങ്ങ് ഉൾപ്രദേശത്ത് കൂടെ ദൂരം നോക്കുമ്പോൾ നല്ല ബിൽഡിങ്ങുകൾ കാണാം. പക്ഷെ അതൊന്നും എൻ്റെ ഫോണിൽ ഫുൾ സൂം ചെയ്തിട്ട് സ്റ്റേഷന്റെ പേര് കേട്ടാ വായിച്ചാ ഇല്ല, വരുന്നില്ല. കറുപ്പും പോയില്ല. ക്വസ്റ്റ്യൻ ഉറക്കെ പറ. കൊല്ലമ്പുഴ
അപ്പോൾ തുരങ്കത്തിൻ്റെ അകത്തൂടെ പോകുന്ന വീഡിയോ ആണ് ഇതിനകത്ത്. ഇടയ്ക്കിടയ്ക്ക് ഒരു വെട്ടം കാണുന്നത് ലൈറ്റാണ്, തുരങ്കത്തിനകത്ത് വെച്ചിരിക്കുന്ന ലൈറ്റ്. അപ്പോൾ ഭയങ്കര സൗണ്ട് ഉണ്ട് കേട്ടോ, അതാണ് ഞാൻ വോയിസ് ബാക്ക് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഗോവ വരെ എത്തുന്ന വരെ ഉള്ളൊരു വീഡിയോ ആണ് എടുത്തേക്കുന്ന ഭാഗം. അതുവരെയുള്ള ഭാഗത്ത് മാത്രമേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് 2 പാർട്സായിട്ട് വീണ്ടും ഇടുന്നതായിരിക്കും. അല്ലെങ്കിൽ വീഡിയോ ലോങ് ആയി പോകുന്നുണ്ട്, അതുകൊണ്ട് കട്ട് ചെയ്ത് ഇടുകയാണ്. അപ്പോൾ ആ തുരങ്കത്ത് നിന്ന് നമ്മൾ വെളിയിലേക്ക് ഇതാ കടന്നിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾ നമ്മൾ ഗോവയിലേക്ക് കാല് കുത്തുന്നതായിരിക്കും. നല്ല പച്ചപ്പുള്ള സ്ഥലമായിരുന്നു കേട്ടോ, അത് എടുത്ത് പറയേണ്ടതായിരുന്നു. നമ്മുടെ കേരളം കണക്കല്ല, ഫുള്ള് നല്ല പച്ചപ്പുണ്ടായിരുന്നു. പശുക്കളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മുക്കിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് ഗോവയിൽ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഗോവയിലെത്തി. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.